വിശദവിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ചേരുകയാണ്. H-1B വിസ അപേക്ഷകൾക്കുള്ള ഫീസ് കുത്തനെ കൂട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർഷിക ഫീസ് $1,00,000 ഉയർത്താനുള്ള ഉത്തരവിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചു. വിസ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം IT മേഖലയിൽ ഉൾപ്പെടെ ജോലി തേടി US-ലെത്തുന്നവർക്ക് വൻ തിരിച്ചടിയാണ്. സായ്കുമാർ നൽകും വിശദവിവരങ്ങൾ. സായ്കുമാർ, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കൊക്കെ പോകുന്ന, അവിടെ ഒരു നല്ല തൊഴിൽ സ്വപ്നം കാണുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയായിരിക്കുന്ന ഒരു നടപടിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു ട്രാപ്പാണ്. $1,00,000 എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 88 ലക്ഷം രൂപ ചിലവ് വരും ഇനിയിപ്പോൾ ഒരു വിസ ലഭിക്കണമെങ്കിൽ. അതാ ഈ ടെക്കികൾക്ക് മാത്രമല്ല, സയൻസിൽ വൈദ്യശാസ്ത്രത്തിലൊക്കെ വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾ അമേരിക്കയിലേക്ക് സ്വപ്നം കണ്ട് ഇത്തരത്തിൽ കോഴ്സുകൾ അടക്കം പഠിക്കുന്ന തൊഴിലാളികൾക്ക് വലിയ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. എന്താണ് ഈ ട്രംപിന്റെ പുതിയ നടപടിക്ക് പിന്നിൽ? അത് എങ്ങനെയൊക്കെയാണ് ആശങ്കയായി മാറാൻ പോകുന്നത്? സായ്കുമാർ. തീർച്ചയായും റോഷ്നി, ലോകം വലിയ ഞെട്ടലിൽ, വലിയ ചർച്ചകളിലേക്ക് ട്രംപിന്റെ പുതിയ തീരുമാനവും വഴി തുറന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ട്രംപ് അധികാരം ഏറ്റെടുത്തത് മുതൽ എടുക്കുന്ന ഓരോ തീരുമാനവും ലോകത്ത് വലിയ ചർച്ചയാകുന്നു. പല രാജ്യങ്ങളെയും അത് ദോഷകരമായി ബാധിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യയാണ് ട്രംപിന്റെ പരിഷ്കാരങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലായിരിക്കുന്ന രാജ്യം എന്ന് തന്നെ പറയേണ്ടി വരും. 50% താരിഫ് ഏർപ്പെടുത്തിയതിന്റെ ബുദ്ധിമുട്ടിലൂടെ ഇപ്പോഴും നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ്. നേരത്തെ മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ആവർത്തിച്ച് ട്രംപിനെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആ കൂട്ടുകാരൻ ബുദ്ധിമുട്ടിക്കുന്നത് ഇന്ത്യയാണ് എന്ന് പറയേണ്ടി വരും. ഇന്നിപ്പോൾ ഈ H-1B വിസയ്ക്ക് എടുത്ത ഫീസിന്റെ കാര്യത്തിലുള്ള വർധനവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാൻ പോകുന്നതും ഇന്ത്യയെ തന്നെയായിരിക്കും. അതായത് അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് എന്ന ട്രംപിന്റെ നിലപാടിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് അമേരിക്കയിലെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് അവിടെ തന്നെ തൊഴിൽ കിട്ടുന്നതിനാവശ്യമായിട്ടുള്ളൊരു നീക്കം എന്ന രീതിയിലാണ് H-1B വിസയിലെ ഫീസ് കുത്തനെ കൂട്ടിക്കൊണ്ട് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിൽ ഉണ്ടായ വർധനവ് എന്നുള്ളത് അമ്പരപ്പിക്കുന്നതാണ്. റോഷ്നി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ 3 ലക്ഷം മുതൽ 4.5 ലക്ഷം വരെയാണെങ്കിൽ ഇപ്പോൾ 88 ലക്ഷം രൂപയിലേക്ക് ഈ ഫീസ് കുത്തനെ ഉയരുകയാണ്. അതായത് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളാണ് ഫീസായി ഇത്തരത്തിലുള്ള തുക കൊടുക്കേണ്ടത്. സ്വാഭാവികമായും കമ്പനികൾ ഇത്ര വലിയ ഫീസ് നൽകി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് കുറയ്ക്കും. സ്വാഭാവികമായും അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള വൈദഗ്ധ്യമുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇന്ത്യക്കാരാണ് എന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും ഒടുവിൽ ഇவ்விധത്തിൽ വിസ ലഭിച്ചിട്ടുള്ള ഏകദേശം 80,000-ഓളം വിസകളാണ് ഇത്തരത്തിൽ നൽകുന്നത്. 2024 കണക്ക് പ്രകാരം ഏകദേശം 70% ഇത്തരത്തിലുള്ള വിസ ലഭിച്ച് അവിടെ ജോലി ചെയ്യുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള IT പ്രൊഫഷണലാണ്. പ്രത്യേകിച്ച് IT മേഖലകളിലേക്കാണ് ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലായും റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ 70%-ലധികം അവിടെ ജോലി ചെയ്യുന്നതും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ബാക്കി ശതമാനം മാത്രമാണ്. അതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. ഏകദേശം 15% മാത്രമേ ചൈനയിൽ നിന്നുള്ള ആളുകളുള്ളൂ. അതുകൊണ്ട് 70% വരുന്ന ഇന്ത്യൻ IT പ്രൊഫഷണലുകളാണ്. സ്വാഭാവികമായും നിലവിൽ അവർക്ക് ഇപ്പോൾ അവിടെ തുടരുന്ന ആളുകൾക്ക് നിലവിൽ ഭീഷണിയില്ല. പക്ഷേ അവർ അവിടെ നിന്ന് വന്ന് വീണ്ടും അമേരിക്കയിലേക്ക് പോകാൻ ശ്രമം നടത്തുകയാണെങ്കിൽ ഈ കൂറ്റൻ ഫീസ് അവർ കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായും ഇത്ര വലിയ ഫീസ് നൽകി അവരെ റിക്രൂട്ട് ചെയ്യാൻ അമേരിക്കയിലുള്ള കമ്പനികൾ ഒരു കാരണവശാലും താല്പര്യപ്പെടുകയും ഇല്ല. ഇത് ഇന്ത്യയിലുള്ള IT പ്രൊഫഷണലുകൾക്ക് മാത്രമല്ല, ഇന്ത്യൻ IT കമ്പനികൾക്കും വലിയ തിരിച്ചടിയാണ്. നിലവിൽ ഈ തീരുമാനം വന്ന ഉടൻ തന്നെ IT കമ്പനികളുടെ ഓഹരികളിലൊക്കെ വലിയ ഇടിവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലുള്ള IT കമ്പനികൾക്കും തിരിച്ചടിയാണ്. ട്രംപ് ഇത് അമേരിക്കയിലുള്ള കമ്പനികൾക്ക് വലിയ നേട്ടമാണ് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവിടെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ള വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഇവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ കാര്യമായാൽ പോലും അമേരിക്കൻ പ്രൊഫഷണലുകൾക്ക് കൊടുക്കുന്ന അത്രയും ശമ്പളം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടി വരില്ല. ഇനിയിപ്പോൾ ഇന്ത്യക്കാർക്ക് പകരം അമേരിക്കൻ പ്രൊഫഷണലുകളെ ജോലിക്കെടുക്കണമെങ്കിൽ അത് അമേരിക്കൻ കമ്പനികൾക്കും സാമ്പത്തികമായി ബാധ്യതയാകും. അതോടൊപ്പം ഇപ്പോഴുള്ള അമേരിക്കയിലെ പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ വിജയത്തിൻ്റെ നെടുംതൂണുകൾ എന്ന് അമേരിക്ക തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യക്കാരടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വൈദഗ്ധ്യമുള്ള ആളുകളാണ്. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ എല്ലാ രാജ്യങ്ങളുമായി ഉണ്ടാവുകയും അതാണ് ഈ കോർപ്പറേറ്റ് വേൾഡിൻ്റെ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ അമേരിക്കൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു നയം ട്രംപ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും അവിടെ നിന്ന് കൂട്ടത്തോട് ഒരു പക്ഷേ ഇന്ത്യയിലേക്കുള്ള IT പ്രൊഫഷണലുകളുടെ മടങ്ങിവരവുണ്ടാകും. അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ രാജ്യത്ത് തന്നെ തുടരേണ്ട ഒരു സാഹചര്യം നമുക്കറിയാമല്ലോ. ഇപ്പൊ ട്രംപ് എന്തൊരു പുതിയ നടപടി കൊണ്ടുവരുമ്പോഴും അതിൽ അമേരിക്കയിൽ തന്നെ സർക്കാരിൽ തന്നെ പലതരത്തിലുള്ള സർക്കാർ പ്രതിപക്ഷ ഭാഗത്തു നിന്നൊക്കെ പലതരം അഭിപ്രായങ്ങൾ രൂപപ്പെടാറുണ്ട്.
പറയുന്നുണ്ട്. ഇപ്പോൾ സായ്കുമാർ ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ നടപടി അത് കുടിയേറ്റം തടയാനാണെന്ന് പറയുമ്പോഴും അമേരിക്കയിൽ തന്നെ തദ്ദേശീയർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കാനാണെന്ന് പറയുമെങ്കിൽ പോലും വിദഗ്ധരെയാണല്ലോ വേണ്ടത്. ഈ തൊഴിൽ മേഖലകളിലെല്ലാം വിദഗ്ധരെ തേടുന്നത് കൊണ്ടാണ് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം തൊഴിലാളികൾക്ക് അമേരിക്കയിലടക്കം ഇത്തരത്തിൽ അവസരങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഈ മേഖലകളിലെല്ലാം വിദഗ്ധരെ ആവശ്യമില്ലേ എന്നുള്ളത് കൂടി ഒരു ചോദ്യമാണല്ലോ, അല്ലേ? തീർച്ചയായും ഈ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ടുവന്ന് കമ്പനികൾ ലാഭത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ IT കമ്പനികൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ തങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുവെന്ന് പലതവണ ഈ IT കമ്പനികൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ വൈദഗ്ധ്യമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് തങ്ങൾ ഈ തീരുമാനം എടുക്കുന്നത് എന്ന് ട്രംപ് പറയുന്നു. കുടിയേറ്റം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയുന്നത്. പിന്നീട് ഇതിന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇതുപോലെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ അത് വൈദഗ്ധ്യമുണ്ട് എന്ന് പറയുമ്പോൾ അത്ര വൈദഗ്ധ്യമുള്ള ആളുകളല്ല ഈ മേഖലയിലേക്ക് വരുന്നത് എന്ന ഒരു ന്യായമാണ് ഇതിൽ ട്രംപ് പറയുന്നത്. മറ്റെന്ത് അടിസ്ഥാനം എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി ട്രംപ് പറയുന്നത്, അതായത് കുടിയേറ്റം ഒഴിവാക്കുക, അമേരിക്കയിൽ വൈദഗ്ധ്യമുള്ള ആളുകൾക്ക് ജോലി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. സ്വാഭാവികമായും ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ തന്നെ ഗ്രീൻ വിസയടക്കം അവിടെ സ്ഥിരമായി താമസിക്കുന്നതിൽ വിസയടക്കം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ആളുകൾക്കും അത്തരത്തിൽ ആഗ്രഹിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന ആളുകൾക്കും ഇനി ഈ ഒരു പുതിയ തീരുമാനം തിരിച്ചടിയാവുകയും ചെയ്യും. ഇന്ത്യൻ തിരിച്ചടി എന്ന് പറയുമ്പോൾ വലിയ തിരിച്ചടി, അതായത് പണമുള്ളവന് മാത്രമേ ഇനിയിപ്പോൾ അമേരിക്കയിൽ പോയി ഇത്തരത്തിലുള്ള ഒരു ജോലി സാധ്യമാവുകയുള്ളൂ. 88 ലക്ഷം രൂപ മുടക്കി പോവാൻ പറ്റുമെങ്കിൽ പോവാം. ഈ രാജ്യത്തെ ചെറുകിട ആളുകൾക്കും ചെറിയ IT പ്രൊഫഷണലുകൾക്കുമൊക്കെ വൈദഗ്ധ്യമുണ്ടെങ്കിലും അത് സാധ്യമല്ല എന്നർത്ഥം. തീർച്ചയായും അത് തന്നെയാണ്. പണമുള്ള ആളുകൾ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് തന്നെയാണ് ട്രംപ് പറയാതെ പറയുന്നത്. അല്ലെങ്കിൽ അത്രയധികം ശമ്പളം വാങ്ങാൻ തക്കമുള്ള വൈദഗ്ധ്യമുള്ള ആളുകൾ മാത്രം വന്നാൽ മതി. ഇപ്പോൾ നിലവിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ 1990 മുതലാണ് ഇത്തരമൊരു റിക്രൂട്ട്മെന്റ് അമേരിക്ക ആരംഭിച്ചിട്ടുള്ളത്. ഏകദേശം 80,000-ത്തിലധികം ഇത്തരം വിസകൾ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 70%-ലധികവും ആ വിസ കൈപ്പറ്റി അവിടെ ജോലി ചെയ്യുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള IT പ്രൊഫഷണലുകളാണ്. അപ്പോൾ അവരൊക്കെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരൊന്നും അത്ര വൈദഗ്ധ്യമുള്ളവരല്ല എന്ന് കൂടി പറയാതെ പറയുകയാണ് ട്രംപ് ചെയ്യുന്നത്. രാജ്യത്തിനകത്ത് വലിയ പിന്തുണയുണ്ട് എന്ന് ട്രംപ് പറയുമ്പോഴും അമേരിക്കൻ IT കമ്പനികൾ ഇത് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവിടെ എടുക്കുന്ന ജോലിയും അതിൻ്റെ റിസൾട്ടും അതോടൊപ്പം അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ശമ്പളവും ഇനിയിപ്പോൾ പകരം അമേരിക്കൻ തൊഴിലാളികളെ അവിടെ വെച്ചാൽ അത് കിട്ടാൻ തന്നെ പ്രയാസമാണ് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഇന്ത്യക്കാർക്ക് പകരം അമേരിക്കൻ വൈദഗ്ധ്യമുള്ള ആളുകളെ ഈ സ്ഥാപനങ്ങളിലൊക്കെ പ്ലേസ് ചെയ്യുക എന്നുള്ളത് അമേരിക്കൻ സംബന്ധിച്ചിടത്തോളം റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സാമ്പത്തിക നഷ്ടവും അവർക്ക് കൊടുക്കേണ്ടി വരുന്ന വേതനത്തിന്റെ കാര്യത്തിലടക്കം വലിയ നഷ്ടം ഉണ്ടാവുകയും ചെയ്യും. ഇന്ത്യൻ കമ്പനികളും അമേരിക്കയിലടക്കം അവർക്ക് യൂണിറ്റുകളുണ്ട്. അവിടെയും ഇതേ രീതിയിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് H-1B വിസ പ്രകാരമാണ് അങ്ങോട്ടേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളവും തിരിച്ചടിയാണ്. ഇപ്പോൾ വിപ്രോ അടക്കമുള്ള കമ്പനികളുടെ ഓഹരികളിലടക്കം വലിയ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്ന തരത്തിൽ ഇന്ത്യ ഇനി പുതിയ നയങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. കാരണം അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കഴിയാതെ വരുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ തന്നെ മികച്ച അവസരങ്ങൾ ഒരുക്കണം. അതായത് രണ്ട് രീതിയിൽ ഇന്ത്യക്ക് ഇതിനെ കൈകാര്യം ചെയ്യാം. ഇന്ത്യയിൽ തന്നെ ഈ IT പ്രൊഫഷണലുകൾക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മുഴുവൻ കഴിവുകളും നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാനും കഴിയും. ആ രീതിയിലേക്കുള്ള ചർച്ചകൾക്കായിരിക്കും ഒരുപക്ഷെ ഇനി നമ്മുടെ രാജ്യം പോകാം. മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ കുടിയേറി പോകാതെ ഈ മരുന്ന് അല്ലെങ്കിൽ മടങ്ങി വരുന്ന അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത ആളുകൾക്ക് മികച്ച അവസരം നമ്മുടെ രാജ്യത്ത് തന്നെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അവരെ ഇവിടെ തന്നെ ഉപയോഗിക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഇനി ഇന്ത്യ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. റോഷ്നി, അതാണ് വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്ന, വൈദഗ്ധ്യമുള്ള, വലിയ ശമ്പളമൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, അവിടെ പോയി സെറ്റിൽ ചെയ്ത് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ടെക്കികളൊക്കെ പെട്ടുകിടക്കുകയാണ് ഈ പുതിയ നടപടിയിൽ. ഇത് നിസ്സാരമായി പോലും കാണേണ്ടതല്ല. ഇത്തരം തൊഴിൽ മേഖലകളിൽ, ഫിനാൻസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജോലി സാധ്യത തേടുന്ന തൊഴിലാളികൾക്കാണ് ഇത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. കൂടുതലും അതിൽ ടെക്കികളാണ്. ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ ഇത് ബാധിക്കില്ലേ എന്നുള്ളതാണ് മറ്റൊരു പ്രസക്തമായ ചോദ്യം. H-1B വിസ അപേക്ഷകൾക്കുള്ള ഫീസ് കുത്തനെ കൂട്ടിയതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുന്നത് ഇന്ത്യൻ ടെക്കികൾക്കാണ്. നിലവിൽ $1,700-നും $4,500 ഇടയിലാണ് ഫീസ് ഉള്ളത്. $1 ലക്ഷം എത്തിച്ച ഫീസ് ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കും ചെറുകിട കമ്പനികൾക്കും താങ്ങാനാകാത്തതാണ്. അധിക തീരുവയുടെ പേരിൽ പ്രതിസന്ധിയിലായ ഇന്ത്യ US ബന്ധം ഒന്നുകൂടി ഉലയ്ക്കുന്നതാണ് ഈ തീരുമാനം.